الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക ചരിത്രം പല മഹത്തുക്കളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുന്നിടത്ത് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ചരിത്രവും നമുക്ക് കാണുക സാധ്യമല്ല. ലോകത്ത് ഇത്രയേറെ ഓർമ്മിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവും വേറെയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ. അള്ളാഹുവിന്റെ ഖുർആനിൽ റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നൊരു വചനമുണ്ട്. വറഫഅനാ ലക ദിക്റക. താങ്കൾക്ക് നബി, താങ്കൾക്ക് താങ്കളുടെ കീർത്തിയെ, പ്രശസ്തിയെ നാം ഉയർത്തിത്തരുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നത് കാണാം. ബാങ്കിൽ, ഇഖാമത്തിൽ, നിസ്കാരത്തിൽ പലയിടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്നതാണ്. പ്രത്യേകം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ജീവിതത്തിന്റെ അന്ത്യം വരെയുള്ള മാതൃകാ ജീവിതം, അതിലെ കാര്യങ്ങൾ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടതാണ്. അല്ലാഹു അക്ബറു കബീറ. എത്രത്തോളം അത്ഭുതകരമായ മറ്റൊരു ചരിത്രം വേറെയില്ലെന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ ഓരോ രംഗങ്ങളും കുടുംബത്തിൽ വിശിഷ്ട ഇണകളോട്, മക്കളോട്, ബന്ധുക്കളോട്, അനുയായികളോട്, രാഷ്ട്ര നേതാക്കളോട്, അള്ളാഹുവിന്റെ പള്ളിയിൽ, അങ്ങാടിയിൽ, അയൽപ്പക്കങ്ങളിൽ, വിവാഹങ്ങളിൽ, കച്ചവട രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, കാർഷിക രംഗത്ത്, ആധ്യാത്മിക രംഗത്ത്, യുദ്ധരംഗത്ത്, ഏത് മേഖലയും നിങ്ങൾ പരിശോധിച്ചൊരു മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യരെത്തിപ്പെടുന്ന ഏത് മേഖലകളിലും, ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന എല്ലാ മേഖലകളിലും കൃത്യമായ മാർഗദർശനം. അല്ലാഹു അക്ബർ കബീർ. സർവ മനുഷ്യർക്കും പഠിക്കാനും പകർത്താനും മാതൃകയാക്കാനും പാകത്തിന്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മുഴുവനുമുള്ളവരാണ്, ലോകരുടെ പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅറാഫ് 158-ാമത്തെ ആയത്തിൽ കാണാം, നബിയോട് അല്ലാഹു പറയാൻ വേണ്ടി പറയാണ്, ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയുക, മനുഷ്യരെ, അല്ലാഹുവിന്റെ റസൂലോട് പറയാൻ വേണ്ടി പറയണം, മനുഷ്യരെ, തീർച്ചയായും ഞാൻ ഈ മുഹമ്മദ് നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ ദൂതരാകുന്നു. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അടക്കം മുഫസ്സിറുകളൊക്കെ കൊടുത്തത് അറബിക്കും അജമിക്കും എന്നാണ്. അറബികളിലേക്കുള്ള റസൂലാണ്, അജമികൾക്കുമുള്ള റസൂലാണ്, സർവരുടെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നോക്കൂ നിങ്ങള്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആനാണ്. അടിസ്ഥാന പ്രമാണമായ നസ്സുകളിൽ, നുസൂസുകളിൽ ഒന്നാമത്തേതായി വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്നതിന് ലോകരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അള്ളാഹ് പറഞ്ഞു തന്നു. എന്ത്? വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു. അള്ളാഹു തന്നെ അതിന് സാക്ഷ്യം വെക്കാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിനറിയാം. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു. ഇന്നക എന്ന് പറഞ്ഞാൽ യഅനി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലറസൂലുഹു, അവന്റെ റസൂലാണ്, അള്ളാന്റെ റസൂലാണെന്നുള്ളത് അള്ളാഹ്ക്കറിയാം. മുനാഫിഖുകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയുന്നിടത്താണ് ഇത് പറയുന്നത്. ലോകത്താര് നിഷേധിച്ചാലും പരിഹസിച്ചാലും കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞാലും എന്തെല്ലാം വിദണ്ഡവാദങ്ങൾ മുഹമ്മദ് നബിക്കെതിരെ അടിസ്ഥാനപരമല്ലാത്തത് ആക്ഷേപിച്ചാലും അള്ളാഹു പറഞ്ഞു അള്ളാന്റെ റസൂലാണ് മുഹമ്മദ് നബി. കൂടാതെ സൂറത്ത് ഫത്ഹിന്റെ 28-29 ആയത്തുകൾ ഒരു ഭാഗം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. തുടക്കവാക്കെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകിയതാണ്. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു അത്ഭുതമാണത്. എത്രത്തോളം അറിയോ? വിശുദ്ധ ഖുർആനിൽ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയുടെ 128-ാമത്തെ ആയത്ത്, 9-ാം അധ്യായത്തിന്റെ 128-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും അല്ലാഹ് പറയാണ്, നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ അറബികളിൽ നിന്ന് അറബികൾക്കായി ഒരു റസൂൽ വന്നിരിക്കുന്നു എന്ന്. നിങ്ങൾ എന്താ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത? നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ് അദ്ദേഹം. നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനാണ് അദ്ദേഹം. ഈമാനുള്ളവരോട്, മുഅ്മിനീങ്ങളോട്, ഒരു മുഅ്മിനോട് ഉണ്ടാകേണ്ട ബന്ധത്തിന്റെ അടിസ്ഥാനം ഇതാണ്. ഈമാനുള്ളവരോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് വരുന്ന ഹദീസുകളിൽ കാണാം, വസ്തഫാനി എന്നിങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ചിലതൊക്കെ പറയും, ചിലതൊക്കെ കാണാം നമുക്ക് അറബികളിൽ ശ്രേഷ്ഠരായ ഖുറൈശികളിൽ നിന്നാണ് അല്ലാഹുവിന്റെ റസൂലുള്ളത്. ആ ഖുറൈശികളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ബനൂ ഹാശിമിൽ നിന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. നബിയുടെ നസബ് നമ്മൾ പരിശോധിച്ചാൽ, വംശ പരമ്പര പരിശോധിച്ചാൽ, ബനൂ ഹാശിം, പിന്നീട് ഖുറൈശി, അവിടുന്ന് അങ്ങനെ കടന്നുപോയാൽ അറബ് വംശത്തിന്റെ പിതാവായ യഅറബ്നു ഖഹ്താൻ, അവിടുന്ന് മുകളിലേക്ക് പോയാൽ മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതിനപ്പുറത്തേക്ക് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്ത് രസാന്നറിയാം നസബ് പരിശോധിക്കാൻ. അഡ്രസ്സുള്ള, സർട്ടിഫിക്കറ്റുള്ള, എവിടെയും തികഞ്ഞ യോഗ്യതയുള്ള ഒരു ഗോത്രത്തിലും വംശത്തിലുമാണ് മുഹമ്മദ് നബി പിറവിയെടുക്കുന്നത്. അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ വിചാരിക്കും അത് അറബികൾക്ക് മാത്രമുള്ള ഒരു സംഗതിയാണോ? അല്ല പ്രിയമുള്ളവരെ, ലോകത്ത് അല്ലാഹു കിതാബും സുഹുഫും, ഗ്രന്ഥങ്ങളും ഏടുകളും, ധാരാളക്കണക്കിന് മുർസലീങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. മുർസലീങ്ങൾക്കെല്ലാം അല്ലാഹു ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്, ഏടുകൾ നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയായാലും, ഇസ്ഹാഖ് നബിയായാലും, ഇസ്മായിൽ നബിയായാലും, യാക്കൂബ് നബിയായാലും, വൽ അസ്ബാത്ത്, അവിടുത്തെ സന്തതികളിൽ നിന്നാണെങ്കിലും അതുപോലെ ധാരാളം പ്രവാചകന്മാർ. അല്ലാഹ് പറഞ്ഞില്ല അവരുടെ പേര്, അല്ലാഹ് പറഞ്ഞില്ല അവർക്ക് നൽകിയ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളിൽ മുഴുവനും പരാമർശിക്കപ്പെട്ടവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശിഷ്യ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും അഹ്ലു കിതാബിന് പരിചിതരാണ് മുഹമ്മദ് നബി. നമുക്ക് സാധാരണ നമ്മളെ നബി മുഹമ്മദ് നബി എന്ന് പറഞ്ഞു പോയി, ശീലിച്ചു പോയി എന്നതിനപ്പുറത്തേക്ക് നബിയോടുള്ള ഹുബ്ബ്, നബിയോടുള്ള കടമ, നബിയോടുള്ള അങ്ങേറ്റത്തെ ആദരവ് നമ്മുടെ ഉള്ളിൽ വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചരിത്രം കൃത്യമായി പഠിക്കാത്തോണ്ടാണ്. എന്താണ് റസൂൽ എന്ന് മനസ്സിലാക്കാത്തോണ്ടാണ്. ഷഹാദത്ത് കലിമ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് ഉരുവിടുകയും അതങ്ങനെ
അതങ്ങനെ പറയുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആരാണ് റസൂൽ എന്നത് ഒരു നിമിഷമെങ്കിലും പഠിക്കാൻ ശ്രദ്ധിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ പേര് കേൾക്കുന്ന മാത്രയിൽ കണ്ണ് നിറയും, ഖൽബ് പിടക്കും. വല്ലാത്തൊരു ബന്ധാണത്, വല്ലാത്തൊരു ബന്ധാണ്. അള്ളാഹു അങ്ങേയറ്റത്തെ ഹുബ്ബ് നൽകി, അവിടത്തോടുള്ള ഹുബ്ബ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങള് ഗ്രന്ഥം നൽകപ്പെട്ടവർക്കൊക്കെ പരിചിതരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയെന്നറിയോ? അള്ളാഹു പ്രയോഗിച്ചൊരു വാക്കെന്താ വെച്ചാല്, സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ വേദത്തിന്റെ അഹ്ലുകാർക്ക്, അഹ്ലു കിതാബിന്റെ അഹ്ലുകാർക്ക് നബി അറിയാന്നാണ്. ഈ ആയത്തിന് 2 തഫ്സീറുണ്ട്. ഒന്നാമത്തെ തഫ്സീർ മുഹമ്മദ് നബിയുടെ വിഷയത്തില്, രണ്ടാമത്തെ തഫ്സീർ മുഹമ്മദ് നബിയെ ഏതൊരു പ്രദേശത്ത് നിയോഗിച്ചുവോ ആ നിയോഗിക്കപ്പെട്ട പ്രദേശത്തെ കഅബാലയം, മക്കയിലെ കഅബാലയത്തെ സംബന്ധിച്ചാൽ രണ്ടും സഹീഹാണ്, രണ്ടും ശരിയാണ്, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്, വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ്. നോക്കൂ എന്തായത് അല്ലാഹു പറയാണ്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും നാം ഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്ക്, യഹൂദ നസാറാക്കൾക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അദ്ദേഹത്തെ അറിയാവുന്നതാണ്. ഇത് നബിയാണ്, ഇത് മുഹമ്മദാണ്, ഇത് നബിയാണ്, ഇത് റസൂലാണ്, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയ അവസാനത്തെ റസൂലാണിത് എന്നവർക്കറിയാം. അവർക്കറിയാന്ന് മാത്രല്ല, മുശ്രിക്കുകളായ ആളുകളോട് മദീനയിൽ വെച്ചിട്ട് ശണ്ട കൂടുമ്പോ വേദക്കാരായ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്കൊരു റസൂല് വരാണ്ട്, ആ റസൂല് വന്നാൽ ആ റസൂലിന്റെ പുറകിൽ കൂടി ഞങ്ങൾ നിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യും. ഏതാ റസൂല്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാന്നാണ് അല്ലാഹ് പറയാ, അവർക്കറിയാം ഇത് നബിയാണ്, റസൂലെന്ന് അവർക്കറിയാം. എത്രത്തോളം? വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം 157-ാമത്തെ ആയത്ത് സൂറത്ത് ആറാഫ്. സൂറത്ത് ആറാഫിൽ അല്ലാഹ് പറയാണ്, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും, ഇനി ഒന്നുകൂടി ഇത് കൃത്യമായിട്ട് പറയണം. ആദ്യം അമ്മായി പറഞ്ഞു, ഇപ്പോ ഖാസായിട്ട് പറയണം, പ്രത്യേകമായിട്ട് പറയണം. തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉമ്മിയായ, അക്ഷരജ്ഞാനമില്ലാത്ത നബിയായ മുഹമ്മദ് നബി റസൂലിനെ, ആ മുഹമ്മദ് നബിയെ റസൂലിനെ പിൻപറ്റുന്നവർക്ക്. നബിയുടെ ചില വിശേഷണങ്ങളാണ് അതൊക്കെ, നബിയുടെ ചില വിശേഷണങ്ങളാണത്. തൗറാത്തിലും ഇഞ്ചീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിവരണമുണ്ട് എന്നാണ്. ശരി പ്രിയമുള്ളവരെ, ഈ മഹാനായ റസൂൽ എന്തിനാണ് അവിടുത്തെ അല്ലാഹു നിയോഗിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് നിയോഗിക്കപ്പെട്ടത്? റസൂലും നബിയുമായി. ഇവിടെ നമ്മൾ നിൽക്കേണ്ടത്. എന്തിനാ റസൂൽ വന്നത്? അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ വമുബശ്ശിറാ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. 5 വസഫുകൾ, 5 വിശേഷണങ്ങൾ, 5 പ്രത്യേകതകൾ. നബിയെ, തീർച്ചയായും താങ്കളെ നാം ഒരു സാക്ഷിയും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അവങ്കലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്ന നബിയെ. ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് ഈ ആയത്തിന്റെ തഫ്സീർ പറയാണ്, ഷാഹിദൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷാഹിദൻ അലാ ഉമ്മത്തിക, അവിടുന്ന് ഉമ്മത്തിന് ഷാഹിദാണ്, സാക്ഷിയാണ്. വമുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ വമുബശ്ശിറൻ ബിൽ ജന്ന, സ്വർഗ്ഗത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. അതുപോലെ നദീറൻ എന്ന് പറഞ്ഞാൽ വനദീറൻ മിനന്നാർ, നരകത്തെ പറ്റി താക്കീത് നൽകുന്നവരാണ്. 3 സിഫത്തുകൾ വളരെ കൃത്യമായി അവിടുന്ന് വിശദീകരിക്കാൻ. ഇനിയോ 4ഉം 5ഉം. വദാഇയൻ ഇലല്ലാഹ് ഐ ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഏതിലേക്ക്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
പറഞ്ഞാലും മതിയാകാത്ത വിഷയം അതാണ്. പഠിച്ചാലും അവസാനിക്കാത്ത വിഷയം അതാണ്. മഅരിഫത്തുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക്, ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് ക്ഷണിക്കുന്നവരാണ്. എങ്ങനെ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി ഐ ബിഅംരിഹി എന്നാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. അള്ളാന്റെ കൽപ്പന പ്രകാരം. നബി വെറുതെ വന്നതല്ല, വലിഞ്ഞു കയറി മക്കയിലേക്ക് വന്നതല്ല, മക്കയിലെ അധികാര ഗോത്രങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി നബി വന്നതല്ല, അള്ളാഹ് നിയോഗിച്ചതാണ്. അള്ളാഹ് പറഞ്ഞത് ചെല്ലണം, പറയണം, അവരോട് ഉപദേശിക്കണം, എന്ത്? കലിമത്ത് ഷഹാദ അവർക്ക് വിവരിക്കണം എന്നത്. അല്ലാഹു അക്ബർ. ബി അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. പിന്നെയോ 2 വിശേഷങ്ങൾ അവിടെ ഉണ്ട്. സിറാജൻ മുനീറ. എന്താ സിറാജ്, എന്താ മുനീർ? പ്രകാശം നൽകുന്ന വിളക്കാണെന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? മുഫസ്സിറുകൾ പറയുന്നു, സന്മാർഗം ഹിദായത്ത് അവർക്കെല്ലാം വെളിച്ചം നൽകത്തക്കവണ്ണം പ്രകാശം ലഭിക്കുന്ന ഒരു വിളക്കുമായാണ് അവിടുത്തെ നിയോഗിച്ചത്. അവിടുത്തെ കയ്യിൽ അല്ലാഹു വഹി നൽകി, വിശുദ്ധ ഖുർആൻ നൽകി, അതിന്റെ പ്രായോഗിക രീതിയായ സുന്നത്ത് നൽകി. എന്നിട്ടാണ് അല്ലാഹു ലോകരിലേക്ക് പറഞ്ഞേക്കുന്നത്, വെറുതെ പറഞ്ഞേക്കുന്നത്. ഇത് അല്ലാഹു പലയിടത്തും പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇത് പലയിടത്തും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ 1-ാമത്തെ ആയത്ത്. ഈ 1-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം എന്തറിയോ? ലിയകൂന ലിൽ ആലമീന നദീറ. അദ്ദേഹം മുഹമ്മദ് നബി ലോകർക്ക് ഒരു താക്കീതുകാരനായിരിക്കുന്നതിന് വേണ്ടി എത്രയത് എന്നാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൽ ലോകർ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് അറബികളുടെയും അജമികളുടെയും റസൂലാണെന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹത്തുക്കൾ പറയുന്നത് ലിൽ ജിന്നി വൽ ഇൻസി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിന്നവർഗത്തിലേക്കും മനുഷ്യവർഗത്തിലേക്കുമുള്ള റസൂൽ, അതാണ് മുഹമ്മദ് നബി. നോക്കൂ നിങ്ങൾ, ജിന്നവർഗത്തിന്റെ റസൂൽ, മനുഷ്യവർഗത്തിന്റെ റസൂൽ, ആ മനുഷ്യരിൽ തന്നെ അറബികളുടെയും അനറബികളുടെയും റസൂൽ. ഇനി പ്രത്യേകം പറഞ്ഞാൽ വബുഇസ്തു ഇലാ കുല്ലി അഹ്മറ വഅസ്വദ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ ചുവന്നവരിലേക്കും കറുത്തവരിലേക്കും എന്നെ നബിയായി നിയോഗിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ജാതി മത വർഗ വർണ്ണ ഭാഷ ജാതി വ്യത്യാസമില്ലാതെ മംഗോളിയക്കാരന്റെ മുഖമായാലും ഏഷ്യക്കാരന്റെ മുഖമായാലും ആഫ്രിക്കക്കാരന്റെ മുഖമായാലും യൂറോപ്പുകാരന്റെ വെളുത്ത മുഖമായാലും അറബികളുടെ മുഖമായാലും ലോകത്ത് മനുഷ്യരാശിയായി പിറന്നവർക്ക് മുഴുവനുമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. വല്ലാത്ത വാക്കാണ് അതൊക്കെ. എത്ര സ്ഥലത്തറിയോ ഖുർആനിൽ? വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബിയെ കുറിച്ച് എത്ര സ്ഥലത്തറിയോ? 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 28-ാമത്തെ ആയത്തിൽ കാണാം. എന്ത്? وما أرسلناك إلا كافة للناس بشيرا ونذيرا. നബിയെ, താങ്കളെ നാം, അവിടുത്തെ നാം മനുഷ്യർക്കാകമാനം സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനും ആയിക്കൊണ്ട് തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യർക്കാകമാനം, ലോകർക്ക് മൊത്തത്തിൽ റസൂലാണ്. അർസലല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഖത്താദ ഈ ആയത്തിന്റെ തഫ്സീർ പറയാണ്, അല്ലാഹു മുഹമ്മദ് നബി നിയോഗിച്ചു ഇലൽ അറബി, അറബികളിലേക്ക്, വൽ അജമി, അജമികളിലേക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒന്ന് ജിന്നവർഗത്തിന്റെ റസൂലാണ്, മനുഷ്യവർഗത്തിന്റെ റസൂലാണ്. മനുഷ്യകുലത്തിൽ തന്നെ ചുവപ്പും കറുപ്പും അറബിയും അനറബിയുമായ സർവരുടെയും റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമാണ് അവിടുത്തെ ജീവിതം. ഇങ്ങനൊരു ജീവിതം വരാന്, ഇങ്ങനൊരു റസൂല് മക്കത്ത് വരാൻ നിങ്ങൾ പരിശോധിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഓരോ നബിമാരും വന്ന പ്രദേശങ്ങളെ കുറിച്ച് പരിശോധിച്ചാൽ അത്ഭുതമാണ്. അതിനെവിടെ നമുക്ക് നേരം വേണ്ടേ? നമുക്ക് നേരം വേണ്ട. ഇബ്രാഹിം നബിയുടെ വരവ്, ഓരോ പ്രവാചകന്മാരും വന്ന പ്രദേശങ്ങൾ പരിശോധിച്ച് നോക്കി. മുഹമ്മദ് നബി വരുന്നത് എവിടെയാ? മക്കയിലാണ്. ഏറ്റവും അല്ലാഹ് ഈ ഭൂമിയിൽ ഇഷ്ടമുള്ള സ്ഥലം, ഏറ്റവും ഷറഫായ സ്ഥലം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അവിടെയാണ് മുഹമ്മദ് നബിയെ കൊണ്ടുവരുന്നത്. ആരാ പ്രാർത്ഥിച്ചത് ഇങ്ങനൊരു നബി വരാൻ? ഒരു ഖലീലിന് വേണ്ടി മറ്റൊരു ഖലീൽ പ്രാർത്ഥിക്കുന്നു. ആരാണത്? പിതാവായ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എത്ര സ്ഥലത്താ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അറിയോ?
ആ കൂട്ടത്തിലൊരു പ്രാർത്ഥന ഉണ്ട്, റബ്ബന. അവിടുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാം, റബ്ബേ, ഞങ്ങളുടെ റബ്ബേ. കൂടാരുണ്ട്? ഇസ്മായിൽ ഉണ്ട്. വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. രണ്ടാമത്തെ സൂറത്തുൽ അൽ ബഖറ 129 ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ എന്ന പ്രാർത്ഥനയിൽ ഒരു ജമാഅത്തുണ്ട്. അവിടെ ഇബ്രാഹിം നബി മാത്രമല്ല, കൂടെ ഇസ്മായിൽ നബി ഉണ്ട്. ഞങ്ങളുടെ റബ്ബേ പ്രാർത്ഥിക്കണം. എവിടുന്ന നിങ്ങള്? വിശുദ്ധ കഅബയുടെ ചാരത്ത് നിന്ന്. കഅബയുടെ പുനർനിർമ്മാണത്തിന്റെ വേള കഴിഞ്ഞാണ്. കഅബയുടെ ചാരത്താണ്, മഖാം ഇബ്രാഹിമിന്റെ പരിസരത്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ റബ്ബേ. അവർക്ക്, ആർക്ക്? ഈ മക്കയിൽ വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്, ഒരു ലോകർ. അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയും കിതാബും സുന്നത്തും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ അവരിൽ നിന്നു തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. ഈ ആയത്തിന്റെ മാന മനസ്സിലാക്കാൻ ഒരു 3-4 ആയത്ത് മേലേക്ക് വായിച്ചാൽ മതിയാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായി പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ ആയത്തുകൾ വിശുദ്ധ ഖുർആനുമായി ആര് വരും? നബി വരും. എന്നിട്ട് അവർക്ക് ഓതിക്കേൾപ്പിക്കും, ഖുർആനും സുന്നത്തും വരെ പഠിപ്പിക്കും. ശിർക്കിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിയോഗിക്കണമേ. അള്ളാഹിന്റെ ഖലീല ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ നബി പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, ഇത്തഖിദിനി ഖലീല, എന്നെയും അല്ലാഹു ഖലീലായി സ്വീകരിച്ചിട്ടുണ്ടെന്ന. റബ്ബിന്റെ ഒരു ഖലീൽ മറ്റൊരു ഖലീലിന് വേണ്ടി ദുആ ചെയ്യുന്നു. അത് നബി അനുസ്മരിക്കാണ്. അന ദഅവതു അബി ഇബ്രാഹിം, ഞാന് എന്റെ ബാപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ പ്രിയമുള്ളവരെ. എന്നിട്ട് മാത്രമല്ല, ഞാൻ എന്റെ ബാപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരാന്ന് പറയുന്നിടത്ത് മാത്രം അവസാനിച്ചില്ല. നബി പലയിടത്തത് അനുസ്മരിക്കുന്നുണ്ട്, നബിയെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുന്നുണ്ട്. ഖുൽ, പറയുക നബിയെ, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയമായും എന്റെ റബ്ബെന്നെ ചൊവ്വായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക്, ഇസ്ലാമിലേക്ക്, നബിമാര് മുഴുവനും നിലകൊണ്ട മാർഗത്തിലേക്ക് എന്നെ നയിച്ചിരിക്കുന്നു. ഇനിയോ ദീനൻ ഖിയമം മില്ലത ഇബ്രാഹിം ഹനീഫ, നേർമാർഗത്തിൽ നിലകൊണ്ട വക്രതയില്ലാത്ത ഋജുവായ ഹനീഫിയത്തിന്റെ ഉടമയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലേക്ക്, അഥവാ അദ്ദേഹത്തിന്റെ ആദർശത്തിലേക്ക്. അതെന്താ? ദീനുൽ ഇസ്ലാം. നോക്കിങ്ങള്, അപ്പൊ പ്രാർത്ഥിക്കണ ബാപ്പ പ്രാർത്ഥിച്ചത് എന്താണ്? അങ്ങനെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടാനാണ്. അള്ളാഹു അങ്ങനെ തന്നെ റസൂലിനെ കൊടുക്കാൻ. ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയും തമ്മിലുള്ള സാമ്യതകൾ പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രയും സാമ്യതകളുടെ പല വിഷയത്തിൽ. അല്ലാഹു അക്ബർ കബീറ. മഹാനായ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് വന്നത് ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ്. ഈ ആയത്ത് മാത്രമാണ് പൊതുവെ മുസ്ലിം സമൂഹം പൊതുവെ പ്രസംഗിക്കാറും പറയാറും എഴുതാറുള്ളത്. എന്തായത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ്. ഇത് നബി തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? ഇന്നമാ ബുഇസ്തു റഹ്മതൻ, സ്വഹീഹ് മുസ്ലിം, ഇന്നമാ ബുഇസ്തു റഹ്മതൻ, നിശ്ചയമായും എന്നെ എന്റെ റബ്ബ് നിയോഗിച്ചിട്ടുള്ളത് കാരുണ്യമായിട്ടാണെന്നാണ്. 2 തരത്തിലാണ് ഈ ആയത്തിന് തഫ്സീർ നൽകപ്പെട്ടത്. 2 നിലക്ക്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്താണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്താണ്. രണ്ടാമത്, അള്ളാഹുവിന്റെ റസൂൽ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും റഹ്മത്താണ്. അല്ലാഹു അക്ബർ. അപ്പൊ നമുക്ക് മനസ്സിലാവൂല എങ്ങനെ മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെ ലോകർക്കൊക്കെ റഹ്മത്താകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക ചരിത്രം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി ജീവിച്ചിരിക്കെ സമുദായം മുക്കിക്കൊല്ലപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിലും സമാനമായി പലതും ഉണ്ടായി. ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കപ്പെട്ടു. ആദ് സമൂദ് ഗോത്രങ്ങളെ അവരിലേക്ക് വന്ന സ്വാലിഹ് നബിയും അതുപോലുള്ള പ്രവാചകന്മാരുടെയും സമുദായത്തെ നശിപ്പിക്കപ്പെട്ടു. മൂസാ നബിയുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഫിർഔനും കിങ്കരന്മാരും മുക്കിക്കൊല്ലപ്പെട്ടത്. ഓരോ നബിമാരെ പരിശോധിച്ചു നോക്കി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ ആ ഒരു സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചില്ല. എന്തുകൊണ്ടറിയോ? അള്ളാഹ് ആയത്തിറക്കിയത് അങ്ങനെയാണ്.
നബി, താങ്കൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കുക, സമൂഹത്തെ നശിപ്പിക്കൂല. അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ ഞാൻ നശിപ്പിക്കൂല. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ കാഫിറുകൾക്ക് റഹ്മത്താക്കുന്നത്. അള്ളാന്റെ റസൂൽ ഉള്ളത് കൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടില്ല എന്ന് തഫ്സീർ അങ്ങനെയാണ്. നോക്കി, നിങ്ങൾ ശരിയല്ലേ? അള്ളാന്റെ റസൂലിനെതിരെ യുദ്ധസന്നാഹം നടത്തിയ ബദർ, ആ ബദറിലെ കിങ്കരന്മാർ പലരും കൊല്ലപ്പെട്ടു. അതിന്റെ ഒരു കാരണക്കാരൻ അബൂ സുഫിയാനാണ്. അദ്ദേഹത്തിന്റെ കച്ചവട സംഘമാണ്. എന്നാൽ അബൂ സുഫിയാനോ, ഇന്ന് അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയും റളിയല്ലാഹു അൻഹു. തൊട്ടപ്പുറത്ത് ഉഹുദ്, ഉഹുദിൽ 70ഓളം ശുഹദാക്കൾ. ഉഹുദ് പല പ്രയാസങ്ങളുണ്ടായി. ആ ഉഹുദിൽ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ശത്രു സൈന്യത്തിന്റെ നേതൃത്വം വഹിച്ചത് ഖാലിദ് ഇബ്നുൽ വലീദ്. ഇന്ന് നമ്മൾ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ പേര് കേൾക്കുമ്പോൾ പറയും റളിയല്ലാഹു അൻഹും വറളു അൻഹു. നിങ്ങൾ പരിശോധിച്ച് നോക്കി, ആയിരക്കണക്കിന് സഹാബത്തിന്റെ പേരെണ്ണാൻ പറ്റും നമുക്ക് അല്ലേ? അവസാനം മക്കം ഫത്ത് കഴിഞ്ഞു, രാജ്യം വിട്ടു പോവുകയാണ്. ഇക്രിമ രാജ്യം വിട്ടു, കപ്പൽ കയറി, കപ്പൽ മുങ്ങാനായി. അപ്പൊ പറഞ്ഞു അള്ളാഹിനോട് മാത്രം ഖാലിസാക്കി പ്രാർത്ഥിച്ചോ. അപ്പൊ ഇക്രിമന്റെ ബുദ്ധി ഉദിച്ചു. ഇക്രിമ ആലോചിച്ചു, ഇതെന്നല്ലേ കരയിലാകുമ്പോ മുഹമ്മദ് പറഞ്ഞത്, രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുവേ ആ ആദർശത്തിലാകാം. അള്ളാഹ് രക്ഷപ്പെടുത്തി. നേരെ ചെന്ന് നബിനെ കണ്ടു, ഷഹാദത്ത് സ്വീകരിച്ചു. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, ബാപ്പാന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി, മോന്റെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സ്നേഹിക്കാനും പിൻപറ്റാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് റഹ്മത്തായതുപോലെ തന്നെ, അല്ലെങ്കിൽ ലോകർക്ക് കാരുണ്യമായതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം അള്ളാഹുവിന്റെ റസൂൽ ഒരു അനുഗ്രഹമാണെന്ന് വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാൻ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. തീർച്ചയായും മുഅ്മിനീങ്ങളിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ ഒരു അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളതെന്ന്. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചു. അത് വലിയ നിഅമത്താണ്, അനുഗ്രഹമാണെന്ന്. അൽഹംദുലില്ലാഹ്. ഇനി അല്ലാഹു പറയുന്നത്, നിങ്ങൾ യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ കിതാബ് അവർക്ക് ഓതി കേൾപ്പിക്കുകയും വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുകയും. മറ്റൊരു തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുപോലെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും സുന്നത്തും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂൽ എന്നാണ്. അങ്ങനെ ഒരു റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട, എപ്പോഴെങ്കിലും അള്ളാന്റെ റസൂല് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ വല്ലാത്തൊരു ചതിയിലായിരിക്കും നമ്മളൊക്കെ പെടുക, വല്ലാത്തൊരു നാശത്തിലായിരിക്കും നമ്മൾ. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തികളിൽ അനുഗ്രഹിക്കപ്പെട്ട ആ ആദർശത്തിൽ നമുക്ക് ജീവിക്കാനായത് അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് എപ്പോഴും കൃതജ്ഞത രേഖപ്പെടുത്തുന്നവരാകണം. നോക്കൂ, നിങ്ങൾ എത്ര നല്ല മാർഗത്തിലേക്കാണ് അള്ളാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തത്. മാത്രമല്ല അവസാനത്തെ റസൂലായി അവിടുത്തെ അള്ളാഹു നിയോഗിക്കണം. അങ്ങനൊരു റസൂലിന് വരാല്ല, ഇനി റസൂല് വരാല്ല, അവസാനത്തെ റസൂലാണ്. ആ റസൂലിന്റെ അനുയായികളായി ചക്രവാളം മുട്ടെ നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് എന്റെ ഉമ്മത്ത് കടന്നു വരുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റസൂലിന്റെ ഒരു മഹത്വം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ. ഖുതുബയുടെ പരിമിതമായ സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി മാത്രം. പ്രിയമുള്ളവരെ, ഇതര നബിമാർ
ആ നബിമാരും മുഹമ്മദ് നബിയും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ട 5 വ്യത്യാസങ്ങൾ ഒരു ഹദീത്തിൽ, മറ്റൊരു ഹദീത്തിൽ 6 വ്യത്യാസങ്ങൾ. അത് മുഹമ്മദ് നബിനെ പറഞ്ഞുതരാണ്. എന്താ നബി പറഞ്ഞറിയാം? ഇമാം അഹ്മദും തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, മറ്റു നബിമാരെക്കാൾ 6 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മഹത്വം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. 6 കാര്യങ്ങൾ കൊണ്ട് ഇതര നബിമാരെക്കാളും മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്റെ വാക്കുകൾക്ക് അർത്ഥസമ്പുഷ്ടതയും ആശയസമ്പന്നതയും നൽകപ്പെട്ടു എന്നാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തരുമോ? നബിക്ക് ജവാമിഉൽ കലിം കിട്ടി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ത്? ആരെങ്കിലും എന്താണ്, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അത് നബിയുടെ ജവാമിഉൽ കലിമിന്റെ ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു. പല ഉദാഹരണങ്ങൾ പറയും. ആ കൂട്ടത്തിൽ ഒന്നാണ് ഖിയാമത്ത് നാൾ വരെ എടുത്തു വെക്കാൻ പറ്റിയ ഹദീത്താണ്. ഈ ഹദീത്ത് എവിടെ ഒട്ടിച്ചാലും പിന്നെ ഒരു ബിദ്അത്തും ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ഹദീത്താണ്. അത് ജവാമിഉൽ കലിമാണ്. മറ്റൊരു നബിക്കും കിട്ടാത്ത ഒന്നാണ്. ശത്രുക്കൾക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഭയം മുഖേന എനിക്ക് വിജയസഹായം നൽകപ്പെട്ടതാണ്. അത് ഒരുപാട് യുദ്ധത്തിൽ നമ്മൾ കാണുന്ന സന്ദർഭങ്ങളൊക്കെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. മൂന്നാമത്തത്, യുദ്ധമുതലുകൾ, ഗനീമത്ത് സ്വത്തുക്കൾ എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്. ലോകത്തിന് നബിക്ക് മുമ്പുള്ള ഒരു റസൂലിനും രാജ്യം ഭരിച്ച, രാജ്യത്തെ കൊണ്ടു നടന്ന, ജിന്നുകളെ സഹായികളായി സ്വീകരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പോലും, അദ്ദേഹത്തിന്റെ ബാപ്പ ദാവൂദ് നബിക്ക് പോലും ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഗനീമത്ത് സ്വത്ത് ഉപയോഗിക്കാൻ അള്ളാഹ് അനുവാദം കൊടുത്തില്ല. അതൊരു തീ വന്ന് വീഴുമൊക്കെ. അങ്ങനെ ഒരു പ്രത്യേകത അള്ളാഹു തആല വക വെച്ചു കൊടുത്തു. പിന്നെയോ, ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഉമ്മത്തിന് പ്രത്യേകത, ഭൂമി മുഴുവനും എനിക്ക് ശുചീകരണോപാധിയും പള്ളിയുമാക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കരിക്കാം, പള്ളി വേണമെന്നില്ല. നിസ്കരിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ പള്ളിയില്ല എന്ന് പറയാൻ പറ്റൂല. എവിടെ നിസ്കരിക്കാം? പാടത്തും പറമ്പിലും റോഡിന്റെ ഓരത്തും. അത് വൃത്തിയുള്ള, കള്ളുഷാപ്പും കക്കൂസും അല്ലാത്ത, നജസില്ലാത്ത ഏത് പ്രദേശത്തും ആർക്കും നിസ്കരിക്കാം. കടപ്പുറത്ത് പോലും, പാർക്കിൽ പോലും, ബീച്ചിൽ പോലും ആർക്കും നിസ്കരിക്കാം. പള്ളിയില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂല. മറ്റൊന്ന്, വെള്ളം കിട്ടിയില്ല, പള്ളിന്റെ പക്ഷെ വെള്ളമില്ല. ഇല്ല, ഭൂമി ശുചീകരണം, തയമ്മും. ഇങ്ങനെ നമ്മൾ കൈയടിക്കണം, എന്നിട്ടോ മുഖം തടവുന്നു, കൈത്തണ്ട തടവുന്നു, അല്ലെങ്കിൽ കൈത്തണ്ട തടവുന്നു, പിന്നീട് മുഖം തടവുന്നു. ഖലാസ്, അത്രയേ ഉള്ളൂ. നോക്ക് നിങ്ങൾ, ഒരു വഖ്ത് പോലും നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഭാഗ്യം ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകുകയാണ്. അത് നബിക്ക് കിട്ടിയ പ്രത്യേകതയാണ്. ഇനിയോ, നബിയുടെ 5ാമത്തെ പ്രത്യേകത, വഉർസിൽതു ഇലൽ ഖൽഖി കാഫ, സർവ സൃഷ്ടികൾക്കും അല്ലാഹുവിന്റെ റസൂലായി നിയോഗിക്കപ്പെട്ടു എന്നാണ്. ഞാൻ നേരത്തെയും പറഞ്ഞു, ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നു വർഗത്തിന്റെ റസൂലാണ്, ഇൻസു വർഗത്തിന്റെ റസൂലാണ്. അതിൽ തന്നെ വ്യത്യസ്ത മുഖമുള്ളവർക്ക് മുഴുവനും റസൂലാണ്. അതുപോലെ ഹയവാനാത്ത്, മൃഗങ്ങളുടെ റസൂലാണ്. ജമാദാത്ത്, തടികളുടെ റസൂലാണ്. ഇതൊക്കെ ഹദീത്താണ് പ്രിയമുള്ളവരെ, എല്ലാം ഹദീത്താണ്. ഒട്ടകം പരാതിപ്പെട്ടു നബിന്റെ മുന്നില്. നബി വിളിച്ചു, യജമാൻ എവിടെ? നബി പറഞ്ഞു, അതിനെ ക്രൂശിക്കരുത്, അതിന് ഭക്ഷണം കൊടുക്കണം, അതിന് വെള്ളം കൊടുക്കണം. ഒട്ടകം സങ്കടം പറഞ്ഞു നബിയോട്. മിമ്പർ ബുദ്ധി കുറച്ച് കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ വിമർശിക്കാൻ സാധ്യതയുള്ളതാണ്. സത്യത്തിൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണത് വിമർശിക്കുന്നത്. ഹദീസ് സ്വഹീഹാണെങ്കിൽ പിന്നെ ബുദ്ധിക്ക് പ്രാധാന്യമല്ല. നോക്കൂ നിങ്ങൾ, മിമ്പർ ഒരു കുട്ടി കരയണ പോലെ കരയണോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഉപയോഗിച്ച മിമ്പർ നബി താഴത്തേക്ക് ഇറങ്ങി അതിനെ ചേർത്ത് പിടിച്ചു. അത് കരച്ചിലടക്കി എന്ന് ഹദീസ്. തൽക്കാലം നിരീശ്വരവാദികൾക്ക് മറുപടി പറയാൻ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഉള്ള കാര്യം വസ്തുതകളായി അംഗീകരിക്കാൻ മാത്രമേ നമ്മളോട് അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അത് ചെയ്താൽ മതി, അൽഹംദുലില്ലാഹ്. എങ്കിലും സംശയം ഉണ്ടായില്ല. ഇനി നോക്കിങ്ങള് എല്ലാറ്റിന്റെയും ഈന്തപ്പഴ മരത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞ കൊച്ചുകുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഈന്തപ്പഴ മരത്തിന് വേദനിക്കും മോനെ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ? ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിങ്ങള്, സർവരുടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6ാമത്തെ പ്രത്യേകത, വഖുതിമ ബിൻ നബിയ്യൂൻ, എന്നിലൂടെ പ്രവാചകത്വ പരമ്പര അവസാനിപ്പിക്കപ്പെട്ടു. അപ്പൊ മിർസ കള്ളനാണ്. 30-ലധികം ദജ്ജാലുകളായ വ്യാജ പ്രവാചകന്മാർ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെ കാണാൻ പറ്റും. ആ കൂട്ടത്തിൽ നമ്മൾ തന്നെ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ കേട്ടു വരുത്തനെ, ദജ്ജാൽ, മിർസ, അത് കള്ളനാണ്. അന്ത്യപ്രവാചകനല്ല, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മാത്രമാണ്. ആയത്ത് കൊണ്ടും സ്ഥിരീകരിച്ചതാണ്, ഹദീത്ത് കൊണ്ടും സ്ഥിരീകരിച്ചതാണ്. നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നുകൂടിയാണത്. വല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നന്നായി പഠിക്കണം.
നന്നായി പഠിച്ചാലേ അവിടുത്തെ കുറിച്ച് അറിഞ്ഞാലേ അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ പിൻപറ്റാനും അവിടുത്തെ മഹത്വം ഒക്കെ മനസ്സിലാവും. നബി പറയുന്ന ഓരോ കാര്യം അതിന്റെ ആധുനിക കാലഘട്ടത്തിലെ അതിന്റെ പുലരൽ അത്ഭുതകരമാണ്. അത് ഏത് മേഖലയിലും ശരി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്കും പഠിക്കുക, അവിടുത്തെ പിൻപറ്റുക, അവിടത്തേക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളെ അതിന് മറുപടി പറയാൻ ആവശ്യമായ ഇൽമ് നമ്മൾ നേടിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സ്നേഹിക്കാനുള്ളൊരു തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ, വിശേഷ ഫലസ്തീനിൽ അല്ലാഹു തആല അവർക്ക് സമാധാനവും സ്വസ്ഥതയും നിർവൃതിയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുർക്ക് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയെ അല്ലാഹു മോചിപ്പിക്കുമാറാവട്ടെ. സിറിയയിൽ അല്ലാഹു സമാധാനം ചൊരിയുമാറാവട്ടെ. ലോകത്ത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കൈകളിലേക്ക് അല്ലാഹു തആല അതാത് രാജ്യങ്ങൾ അല്ലാഹു ഏൽപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്.